എല്ലാവർക്കും നമസ്കാരം. മാത്വി ലേണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ജൂലൈ 2025 സെറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? കാരണം ഇനി വരാൻ പോകുന്ന HSST പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റ് പരീക്ഷയാണ്. ഇപ്പോൾ HST പരീക്ഷ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ നടക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ HSSTയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. മാത്തമാറ്റിക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഈ ഒരു സെറ്റ് പരീക്ഷ. അപ്പോൾ മറക്കാതെ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പാസ്സാവുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾ സെറ്റ് ജൂലൈ 2025 എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് അഡ്രസ്സ് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരിക. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ജൂലൈ 2025 എന്നതിനകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. ഇന്ന് മുതൽ 28-ാം തീയതി മുതലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് അടുത്ത മാസം 28-ാം തീയതിയാണ്. ഒരു മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓൺലൈനായിട്ട് ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30-ാം തീയതി വരെയാണ്. എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ഡേറ്റ് 31-ാം തീയതി വരെ ഉണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടെസ്റ്റിന്റെ ഹാൾ ടിക്കറ്റ് വരുന്നതും ഡേറ്റ് എന്നാണ് എന്നുള്ളതൊക്കെ പിന്നീട് നമ്മളെ അറിയിക്കും എന്നാണ് LBS സെന്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പ്രോസ്പെക്ടസ് ഇവിടെ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ സിലബസും നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ സിലബസ് 2016 വന്ന സിലബസ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നും ഇതുവരെ സെറ്റ് LBS വരുത്തിയിട്ടില്ല. അപ്പൊ മിക്കവാറും അതേ സിലബസ് തന്നെ ആയിരിക്കും ഇത്തവണത്തെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ പഠിക്കാൻ വളരെ കുറച്ച് സമയമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പഠനം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. മാത്വി ലേണിംഗ് ആപ്പിൽ സെറ്റ് മാത്തമാറ്റിക്സിന്റെ ഒരു റെക്കോർഡഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ബാച്ചുകളുണ്ട്. 6 മാസത്തെ ആക്സസും 1 വർഷത്തെ ആക്സസും കിട്ടുന്ന 2 ബാച്ചുകളുണ്ട്. അപ്പോൾ രണ്ടിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. 6 മന്ത്സ് ആണെങ്കിൽ അത് 3510 ആണ് ഫീ എമൗണ്ട് വരുന്നത്. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ചു പേർക്കുള്ള ഓഫർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2635 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് GST നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് 6 മാസത്തെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ 1 ഇയറിന്റെ കോഴ്സാണ് വേണ്ടതെങ്കിൽ ഓഫറിൽ 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് 1 ഇയർ ആക്സസ് കിട്ടുന്ന കോഴ്സ് ആയിരിക്കും. സെറ്റ് 2016 പുറത്തിറക്കിയ അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ മാറ്റമൊന്നുമില്ല, സിലബസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സിലബസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കയറി വെറുതെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സിലബസ് ഒക്കെ നമ്മൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസർ കീയും ഒക്കെ നമ്മുടെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക എല്ലാവരും. ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് അത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്, അത് കൊടുക്കുക. ന്യൂ രജിസ്ട്രേഷൻ, ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ ഇവിടെയും രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറാവുക, അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.